റിട്ടൺ ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. അതെ ഗൈസ്, ദ വൺ ആൻഡ് ഓൺലി പ്രണവ് മോഹൻലാൽ മൂവി ഡൈസറെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഈ ലുക്ക് കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നിയില്ലല്ലോ അല്ലേ? വൈ നല്ല കേടിലാൻ പടം. അതായത് അടിപൊളി ഗ്രാഫിക്സ്, അടിപൊളി VFX ആൻഡ് ആർട്ട് വർക്ക്. എൻ്റെ മോനെ ഒരു ഒരു കിട്ടിലും സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കാണും. എൻ്റെ മോനെ ആർട്ട് അടിപൊളി. പിന്നെ മ്യൂസിക്, എന്താ ആളുടെ പേരെന്താ, ക്രിസ്റ്റോ സേവിയർ. എൻ്റെ മോനെ ക്ലാസിക്കലും വെസ്റ്റേണും മിക്സ് ആയിട്ടുള്ള ഒരു സാധനം. എന്തത്, ട്രെയിന് പോകുന്നുണ്ട്, നോട്ട് വറി. അതന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സാധനം വരുന്നുണ്ട്. അതായത് ഈ ഒന്നുമില്ല, സ്പോയിലറാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ എഡിറ്റർ ബൈ ഷെഫീഖ് മുഹമ്മദ് അലി. എൻ്റെ മോനെ DOPയും അതുപോലെ തന്നെ എൻ്റെ മോനെ വിഷ്വല് അല്ല, നമ്മുടെ ഈ ഷാഡോനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതിലാണ് അത് കണ്ടത്, മറ്റേ ജുറാസിക് വേൾഡിൻ്റെ ഫാളൻ കിങ്ഡം എന്ന് പറയുന്ന സിനിമയിലൊക്കെ യൂസ് ചെയ്തിരിക്കണ അമ്മാതിരി ഒരു ഐറ്റം അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്കിൻ്റെ ഭാഗത്തു നിന്നും ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരു ബൊമ്പൻ സാധനമുണ്ട് എൻ്റെ മോനെ, അതൊക്കെയാണ് കാണേണ്ടത്. 4 പേരാണ് അതിൽ മെയിനായിട്ട് ഈ ഹോൾ മൂവി ലീഡ് ചെയ്ത് കൊണ്ടുപോകണത്. അതിൽ പ്രണവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ടിങ്. അതായത് ആ പേടി, ഒരു ഫിയർ എന്നുള്ളൊരു സംഭവത്തിനെ നല്ല കിടിലമായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബിൻ ഗോപിനാഥ് പറഞ്ഞ ആക്ടർ, എൻ്റെ മോനെ ആളും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ അരുൺ അജികുമാറിൻ്റെ മോനെ എന്താ പറയുക, ആളുടെ ഒരു ഇൻ്റർവെൽ പോർഷനൊക്കെ എത്തുമ്പോൾ ഒരു സാധനമുണ്ട്. ഞാൻ പറയാലോ, സർട്ടിഫൈഡ് മൂവിയാണ്. വയലൻസ്, എൻ്റെ മോനെ ബ്ലഡ്, ഇറച്ചി, എല്ല്, അത് ഇത് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പോവുക. ഹൊറർ മൂവിയാണ്. അതുപോലെ ജംസ്കെയർസ്, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കോഞ്ചറിങ്ങിൻ്റെ ദ ലാസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ നമ്മുടെ ആ ഒരു പേടിപ്പിക്കുന്ന ആ ഒരു സീനൊക്കെ വരുമ്പോഴില്ലേ, കുറേ പേര് ഇങ്ങനെ കൗണ്ടർ അടിക്കുക, കോമഡി പറയുക, കൂക്കുക, ചിരിക്കുക എന്നൊക്കെ. പേടിയുള്ള ആൾക്കാരൊക്കെ വീട്ടിലിരിക്കണ്ടേ, അങ്ങനെ കുറച്ച് പരിപാടിയായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ. പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു, സിനിമ എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൊറർ സീനുകളിൽ സൈലൻറ്റും ആ ഒരു സംഭവങ്ങളൊക്കെ അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ക്രൗഡ് അടിപൊളിയാണ്. അതിലും കുറേ മാസ് സീനുകളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ ആ ഒരു സംഭവമില്ലേ, മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ആക്ടിങ് എല്ലാം കിടിലം പടം. മെയിനായിട്ട് ആർട്ട് വർക്കും അതുപോലെ തന്നെ ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. അപ്പോൾ അതും മനസ്സിൽ വെച്ചിട്ട് പോവുക. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോ ആൻഡ് വാച്ച് ഇറ്റ്. താങ്ക്സ്.